ഹലോ ഫ്രണ്ട്സ്, ഐ എം ശ്രുതി ഫ്രം ലോലിപോപ്സ്. നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് സെമി റോ സിൽക്ക് മെറ്റീരിയലിലുള്ള കുറച്ച് നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള സ്യൂട്ട് മെറ്റീരിയൽസ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ വന്നിട്ട് നമ്മളിപ്പോൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ബേജ് ആണ്. ബേജ് എന്ന് പറയുമ്പോൾ പ്രോപ്പർ ബേജ് അല്ല, ബേജിനകത്തോട്ട് ഒരു ക്രീമും കൂടി ടിൻറ്റ് കയറി വരുന്ന ഒരു ബേജ് എന്ന് വേണേൽ പറയാം. കറക്റ്റ് കളറ് ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ആ നെക്ക് ഏരിയയിനകത്ത് കംപ്ലീറ്റ്ലി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് നോട്ട് വർക്ക്സ് ആണ് കംപ്ലീറ്റ്ലി വന്നേക്കുന്നത്. നോട്ട്സ്, അതായത് ബ്ലൂവിലും ആ സെയിം ബേജ് കളറിലുമുള്ള നോട്ട് വർക്ക്സും പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയതായിട്ട് കട്ട് ബീഡ്സ് വെച്ചിട്ട് ഗോൾഡൻ ആ ഒരു ഇതും കൂടി കൊടുത്തിട്ടുണ്ട്. ഇതിന് പെയർ ചെയ്യുന്ന ഇത് വന്നിട്ട് ആ മെറ്റീരിയൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ റോ സിൽക്ക് ഫിനിഷിലുള്ള ഒരു സെമി സിൽക്കാണ്. ഓക്കെ, പ്യുവർ റോ സിൽക്ക് അല്ല, പക്ഷേ ആ ഒരു ഫിനിഷിലുള്ളൊരു സെമി സിൽക്കാണ്. ഇനി ഇതിൻ്റെ ദുപ്പട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രഷ്ഡ് ക്ലോത്തി വരുന്ന ഒരു ദുപ്പട്ടയാണ്. ഇതിനകത്തും കംപ്ലീറ്റ്ലി എന്താണ് എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത്. ബ്ലൂ കളർ എംബ്രോയ്ഡറി ഒരു സൈഡിലാണെങ്കിൽ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് ആ ബീച്ച് കളറിൻ്റെ ഷെയ്ഡിലും വരുന്ന എംബ്രോയ്ഡറി ആണ് വന്നിരിക്കുന്നത്. ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ കോട്ടൺ ഫാബ്രിക്കിൽ ബ്ലൂ കളറാണ് ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം വന്നിരിക്കുന്നത്. ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. നമ്മുടെ ഈ കളർ വന്നിട്ട് നല്ലൊരു മിൻറ്റ് ഗ്രീൻ ആണ്. മിൻറ്റ് ഗ്രീനിന് കോമ്പിനേഷനായിട്ട് കളർ, അതായത് കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബ്ലൂ ആണ്. ആ ബ്ലൂ കളറിലാണ് ഇവിടെ വർക്ക്. നോട്ട്സ് ഒക്കെ ബ്ലൂ കളറിലും ദുപ്പട്ടയ്ക്കകത്താണെങ്കിലും ആ ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ബോട്ടം വന്നിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെയുള്ള ബ്ലൂ കളറാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 1290 ആണ്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. ഈ കളർ വന്നിട്ട് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, സിൽവർ ചേർന്നിട്ടുള്ളൊരു ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ബോട്ടം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ലൊരു റാണി പിങ്ക് ആണ്. റാണി പിങ്ക് ആണോ മെജന്ത ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉള്ളത്. നല്ലൊരു റാണി പിങ്ക് ആണ്, നല്ല ഡാർക്ക് കളർ ഒരു പിങ്ക് ആണ്. അതിൻ്റെ തന്നെ ഇവിടെ വർക്ക് വരുന്നതും അതിൻ്റെ തന്നെ സെയിം കോമ്പിനേഷനാണ്. ഈവൻ ദുപ്പട്ടയ്ക്കകത്തും ആ ഒരു ത്രെഡ് വർക്ക് അതിൻ്റെ ആ കളറിലാണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് കളർ നോക്കാം. നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡാണ്, ഈ ടൈപ്പിൽ ലാസ്റ്റ് ഷെയ്ഡാണ്. ഇത് വന്നിട്ട് ആക്ച്വലി ഒരു കൈൻഡ് ഓഫ് ക്രീമാണ്, പക്ഷേ ക്രീമിനകത്തോട്ട് വേറെ കുറച്ച് കളേഴ്സും കൂടി ചേർന്ന് വരുന്ന പോലത്തെ ഒരു ഒത്തൻറ്റിക് ക്രീം അല്ല, ഒരു ചെറിയ ലൈറ്റ് ഷെയ്ഡ് ഓഫ് ഗ്രീനും കൂടി കയറി വരുന്ന പോലത്തെ ഒരു ക്രീമാണ്. ഓക്കെ, ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളർ ബോട്ടമാണ്. അതുകൊണ്ട് തന്നെ റെഡ് കളറിലാണ് ഇതിനകത്ത് വർക്ക്സ് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 1290 ആണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കാം. നമുക്കിനി വേറെ കുറച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഒരു സെമി കോട്ട സിൽക്കിനകത്ത് വരുന്ന കുറച്ച് വർക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. ഇതേപോലത്തെ മെറ്റീരിയൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് മണിപ്പൂരി സിൽക്കിനകത്തൊക്കെ ആയിരുന്നു. ഇത് ഫാബ്രിക് ഇച്ചിലൂടെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതിനകത്ത് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ ഫ്ലോറൽ എംബോസിങ് ആണ്, ഫ്ലോറൽ ബീഡ് വർക്ക് ആണ് കംപ്ലീറ്റ്ലി വന്നേക്കുന്നത്. കുഞ്ഞ് ബീഡ്സ് വെച്ചിട്ട് ഫ്ലോറും പിന്നെ അതിൻ്റെ കൂടെ കട്ട് ബീഡ്സ് വെച്ചിട്ട് അതിൻ്റെ ആ സ്റ്റെമ്മും ആ ജസ്റ്റ് ലീഫും പോലെ അതാണ് കംപ്ലീറ്റ്ലി ഒരു പോർഷന് വരുന്നത്. ഇതിന് പെയർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓർഗൻസ ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ്ലി മെഷീൻ എംബ്രോയിഡറി ആണ് ഇതിന് പെയർ ചെയ്യുന്ന ദുപ്പട്ട. ഇതിന് പെയർ ചെയ്യുന്ന ബോട്ടം എന്ന് പറഞ്ഞാലും കോട്ടണിനകത്ത് വരുന്ന സെയിം പിങ്ക് കളറിൽ, ഇപ്പം ഇതിന് സെയിം മോണോക്രോം ലുക്കാണ്, സെയിം പിങ്കിൽ തന്നെ കോട്ടണിൽ വരുന്നത് ആണ് അതിൻ്റെ ബോട്ടം വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് കളർ. നമ്മൾ നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഗ്രേയിലാണ്. ഗ്രേക്കകത്താണ് ആ വർക്ക് വന്നിരിക്കുന്നത്. അതിൻ്റെ പെയർ ചെയ്യുന്ന ദുപ്പട്ട എന്ന് പറഞ്ഞാലും എന്താണ് ഓർഗൻസയ്ക്കകത്ത് മെഷീൻ എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയും അതിന് പെയർ ചെയ്യുന്ന ബോട്ടം വന്നിട്ട് സെയിം സോഫ്റ്റ് കോട്ടണിനകത്ത് സെയിം കളറിനകത്ത് വരുന്നതാണ് ബോട്ടം വന്നിരിക്കുന്നത്. ഇതിന് നല്ലൊരു ബട്ടർ ക്രേപ്പ് ലൈനിങ് ഒക്കെ ഇട്ട് നന്നായിട്ട് ബോഡി ഫിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ്. നമ്മുടെ ഈ കളർ വന്നിട്ട് നല്ലൊരു പീച്ച് കളറാണ്. പീച്ച് കളറിനകത്ത് സെയിം കൈൻഡ് ഓഫ് വർക്ക്, അതിൻ്റെ തന്നെ ദുപ്പട്ട. ഓക്കെ, ഇത് ആക്ച്വലി സെയിം ആണ്, നമ്മൾ ജസ്റ്റ് കളർ മാത്രമേ ഡിഫറെൻ്റ് ആവുന്നുള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് കളർ മാത്രം മാറ്റി പോവാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നമ്മുടെ ഈ കളർ വന്നിട്ട് നല്ലൊരു ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിന് കോമ്പിനേഷനായിട്ട് ദുപ്പട്ട ഓർഗൻസയ്ക്കകത്ത് തന്നെ മെഷീൻ എംബ്രോയിഡറി ചെയ്ത ദുപ്പട്ടയും സെയിം ഗ്രീൻ കളറിൽ കോട്ടൺ ആണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ പ്രൈസ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1350 അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യാൻ ഞങ്ങളത് കൊറിയർ ചെയ്തു തരും. താങ്ക് യു.